So hi, hello everyone. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നമ്മുടെ നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. നമ്മൾ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പേപ്പേഴ്സ് ലെവൽസ് ആണ്. ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഫസ്റ്റ് നമ്മുടെ നിഫ്റ്റി അനാലിസിസ് കിടക്കാം. നിഫ്റ്റി ലാസ്റ്റ് ടൈമിൽ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഉണ്ടായിരുന്നു. ആ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചാനലാണ്, ബ്ലാക്ക് കളറുടെ ഈ ചാനൽ കാണുന്നുണ്ട്. സ്മോൾ ടൈം ഫ്രെയിമിന്റെ ചാനലാണ്. ഇതൊരു ഞാൻ ഷെയർ ചെയ്തായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ. സോ ഇതിന്റെ അകത്താണ് ഇപ്പോൾ സ്ട്രക്ചർ ഉള്ളത്. ആൻഡ് അത് കിടക്കുന്ന മുന്നേ ഫസ്റ്റ് നമുക്ക് 1 hour ചാർട്ടിൽ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. 1 hour ചാർട്ടിൽ നമ്മൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എക്സ്പാൻഡിങ് ട്രയാങ്കിൾ ആണ്. കണ്ടോ, എക്സ്പാൻഡിങ് സ്റ്റിൽ എക്സ്പാൻഡിങ് ട്രയാങ്കിൾ തന്നെയാണ്. സോ മോസ്റ്റ്ലി ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, മാർക്കറ്റിൽ ഒത്തിരി ന്യൂസസ് ഉണ്ട്. ഓക്കെ, വാറിന്റെ ന്യൂസ് ആണ്. ഒത്തിരി ന്യൂസസ്, നെഗറ്റീവ് ന്യൂസസ് ആണ് മാർക്കറ്റിൽ കിടക്കുന്നുള്ളൂ. ബട്ട് നമ്മുടെ ചാർട്ടിൽ എന്താ നടക്കുന്നത് നമുക്കത് ഫസ്റ്റ് ആദ്യമായിട്ട് നോക്കാം. ഫസ്റ്റ് അത് തന്നെ നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, ആസ് പെർ മൈ ചാർട്ട്, ആസ് പെർ അവർ ചാർട്ട്, നമ്മുടെ ചാർട്ടാണ് ഇത് എനിക്ക് പറയാനുള്ളത്. ആ ചാർട്ട് ബേസിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ഇത് എക്സ്പാൻഡ് ട്രയാങ്കിളാണ്. ഇതിന്റെ ബിലോ ഈ ഒരു സപ്പോർട്ട് 24,465. ഓക്കെ, ഇതിന്റെ ബിലോ ഈ ഒരു സപ്പോർട്ട് ഇത് ബ്രേക്ക് ആയാൽ, ഇതിന്റെ ബിലോ ക്ലോസിംഗ് കിട്ടിയാൽ നമുക്ക് ശരിക്കും വീക്ക് സൈഡിലേക്ക് പിന്നെ മാറാം. ഓക്കെ, അപ്പോഴാണ് നമ്മൾ ശരിക്കും വീക്ക് ആയി നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ അതുവരെ മാർക്കറ്റ് സൈഡ് വേസ് ടു ബുള്ളിഷ് ആണെന്ന് പറയാം. ഓക്കെ, സോ ഇൻ കേസ് നാളെ ഗ്യാപ് ഡൗൺ സംതിങ് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലും പേടിക്കാനൊന്നുമില്ല. ബിലോ ഇതിന്റെ പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ബിലോ മാർക്കറ്റ് പോയി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിം ക്ലോസിംഗ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ഇന്ത്യൻ ബിയർ സൈഡിലേക്ക് മാറും. ഓക്കെ, അതുവരെ നമ്മുടെ മാർക്കറ്റിൽ നെഗറ്റീവ് ന്യൂസസ് ഇമ്പാക്ട് ചെയ്യലാണ്. ഐ തിങ്ക് സോ, ആസ് പെർ വേവ്. ഓക്കെ, നമുക്ക് വേഗം 15 മിനിറ്റ് സ്റ്റാർട്ടിലേക്ക് കിടക്കാം. ന്യൂ സബ്സ്ക്രൈബേഴ്സ് അവർ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് വീഡിയോ കാണണം. ഇത് ലാസ്റ്റ് വീഡിയോ കാണുകയാണെങ്കിൽ അപ്പോൾ കുറച്ചുകൂടി ഇവർക്ക് ക്ലാരിറ്റി കിട്ടും. നമ്മുടെ എലിറ്റ് വേവിന്റെ ഏത് വേവാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ എക്സ്പാൻഡിങ് ട്രയാങ്കിൾ ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ബിഗർ ടൈം പീരീഡ് എക്സ്പാൻഡിങ് ട്രയാങ്കിൾ ആണ്. ആ എക്സ്പാൻഡിങ് ട്രയാങ്കിൾ എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി, അതിന്റെ മൂവ്സ് ഏതാണ്, 1 2 3 4 5 ഏത് ലെഗിലാണ് ഇപ്പോൾ ഉള്ളത്, അതൊക്കെ എല്ലാം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അതിനകത്ത് കിട്ടും. ഓക്കെ, ലാസ്റ്റ് വീഡിയോ ഞാൻ വേണമെങ്കിൽ പിൻ ചെയ്തേക്കാം. ഓർ അല്ലെങ്കിൽ നമ്മുടെ ഐ ബട്ടൺ മുകളിലെ റൈറ്റ് സൈഡ് മുകളിലെ ഒരു ഐ ബട്ടൺ കാർഡ്സ് എന്ന് പറഞ്ഞാണ് അതിന്, ആ ബട്ടൺ കാണും. അതിൽ ആ വീഡിയോ ഉണ്ടാകും, മസ്റ്റായിട്ട് കാണുന്നു. ഓക്കെ, നമ്മുടെ ഇനി നെക്സ്റ്റ് ഈ സ്മോൾ ടൈം ഫ്രെയിമിന്റെ ഈ ഒരു കാൽക്കുലേഷനിൽ പോകാം. മാർക്കറ്റ് ഇവിടുന്ന് സപ്പോർട്ട് എടുത്തു. ഓക്കെ, സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് കയറുന്നതാണ്. ഇത് ലെഗ് നമ്മൾ കൗണ്ടിങ് 1, ഇത് 2, ഇത് 3 ആൻഡ് ഫോർത്തിന്റെ ഫോൾ ഓൺ ഗോയിങ് ആണ്. ഫോർത്തിന്റെ ഫോൾ എല്ലാവർക്കും അറിയാലോ, അതിന്റെ ഒരു റൂളാണ് ട്രയാങ്കിൾ പാറ്റേൺ ഓർ എന്താ ഉണ്ടാക്കേണ്ടത്. ട്രയാങ്കിൾ പാറ്റേൺ ഓർ മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് നമ്മുടെ 333 കറക്ഷൻ. ഓക്കെ, ബട്ട് ഈ സ്മോൾ ടൈം ഫ്രെയിം ആവുമ്പോൾ ഐ തിങ്ക് ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടാക്കേണ്ടതാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ലെവൽസ്. നാളെ ഫസ്റ്റ് ഈ ഒരു ലെവൽ 24,820 ഇതിന്റെ ലോ, ഇന്നത്തെ ലോ ആണ്. ഇത് ബ്രേക്ക് ആണെങ്കിൽ ഫർദർ ഫോൾ ഉണ്ടാവുള്ളൂ. ബൈ ഇനി ഇതിന്റെ അപ്പുറത്ത് മാത്രം 25,060. ഇതൊരു റേഞ്ചായി മനസ്സിലാക്കിയെടുക്കണം. ഇത് എന്തായി, ഒരു റേഞ്ചായി. സോ ഈ ഒരു റേഞ്ചിന്റെ അകത്താണെങ്കിൽ മാർക്കറ്റ് ഒന്നും കിട്ടത്തില്ല. ഇൻ കേസ് നാളെ ഗ്യാപ് ഡൗൺ സംതിങ് എന്തെങ്കിലും നെഗറ്റീവ് ബേസ്ഡ് എന്തെങ്കിലും ആണെങ്കിൽ എന്ത് ചെയ്യാം, സഡൻ ഈ ഒരു ഏരിയ നോക്കാം 24,825. ഈ ഏരിയയിൽ വീണ്ടും ബറൗൺസ് വരാനുള്ള ചാൻസസ് ഉണ്ടാവും, ഓർ സഡൻ ബൈ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. കാരണം മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു ചാനലിലാണ് ആൻഡ് ഫോർത്ത് വേവിലാണ്. ഫോർത്ത് വേവിന്റെ കൗണ്ടിങ് എല്ലാവർക്കും അറിയാലോ. ഫോർത്ത് വേവിൽ മാർക്കറ്റ് ട്രയാങ്കിൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി ചാൻസസിന്റെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടാക്കാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ഓക്കെ, ഇതുവരെ ഫോം ചെയ്തിട്ടില്ല. സ്മോൾ ടൈം ഫ്രെയിമിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആണെന്ന് ഞാൻ പറയുള്ളൂ. പ്രോപ്പർലി ഇപ്പോൾ ഇതുവരെ എനിക്ക് കാണുന്നില്ല. ഇവിടെ നോക്കണേ, ഇത് കണ്ടോ. യെസ്, ഓക്കെ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. എന്നെ കണ്ടോ, ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ. ഓർ ഇവിടുന്ന് ഒരു ലൈൻ ഇങ്ങനെയും വരുന്നുണ്ട്, ഇത് കണക്ട് ചെയ്യുകയാണെങ്കിൽ കണ്ടോ. സോ ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഉണ്ടാക്കട്ടെ മതി. ബട്ട് നമുക്ക് നേരത്തെ അറിയാം, കാരണം നമുക്ക് എലിറ്റ് വേവിന്റെ തിയറി നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. സോ ആ ബേസിൽ നമുക്ക് നേരത്തെ അറിയാം ഈ ഒരു പോർഷനിൽ 333 കറക്ഷൻ ഓർ
ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്യും. സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ബിഗ് ഹ്യൂജ് മൂവ് ഒന്നും കാണുന്നില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. സോ ഇത് നമുക്കിപ്പോൾ ഞാൻ എന്തായാലും ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് ഇതൊരു കൗണ്ട് ഇത് നമുക്ക് തന്നെ എന്തായാലും ഈ ചാനൽ നമുക്ക് ഇതുപോലെ തന്നെ വരച്ച് വെക്കാം. ഇത് 1 2 3 4th ഓൺ ഗോയിങ് ആണ്. ഓക്കെ, അതുവരെ സ്റ്റിൽ ഒരു ഹ്യൂജ് മൂവ് കാണാൻ കിട്ടത്തില്ല, ഓർ എക്സ്പെക്ട് ചെയ്യേണ്ട എത്ര പെട്ടെന്ന്. ഓക്കെ, ഇനി മൂവ് വരാനാണെങ്കിൽ ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്യണം. ഫസ്റ്റ് 24,825 ഈ ഇന്നത്തെ ലോ, ഓർ ഇന്നത്തെ ഒരു ഹൈ 25,060. ഇതിന്റെ അബവ് ഇൻ കേസ് നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിലും പ്രൈസ് മുകളിലേക്ക് പോകാൻ ചാൻസസ് ഉണ്ട്, ഇല്ലാന്നല്ല. പോയാലും അവർ റെസിസ്റ്റൻസ് എടുക്കും ആൻഡ് വെയിറ്റ് ചെയ്യണം നമ്മളിവിടെ. ഓക്കെ, വെയിറ്റ് ചെയ്യണം അവിടെ പ്രൈസ്. കാരണം വെച്ചാൽ ഇവിടെ ഇതിന്റെ റെസിസ്റ്റൻസ് ഉണ്ടാകും, ഇവിടുത്തെ റെസിസ്റ്റൻസ് ഉണ്ടാകും, ക്ലസ്റ്റർ ടൈപ്പ് ആയിരിക്കുള്ളൂ. സോ വെയിറ്റ് ചെയ്യണം. ഇൻ കേസ് അവർ ഗ്യാപ്പ് അപ്പ് ആക്കി വീണ്ടും താഴേക്ക് ഇട്ടാൽ അതും ഒരു പ്രശ്നമാണ്, അതൊരു നമുക്കൊരു റിസ്ക് ആണ്. സോ കൂടുതൽ പറയാനുള്ളത് വെച്ചാൽ കുറച്ച് ദിവസം സ്കാൽപ്പ് ചെയ്യാം, അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, പിന്നെ സഡൻ ദേവിയുടെ റെസിസ്റ്റൻസ് ഇത് വരുന്നുണ്ട് 25,222 ഈ ഒരു ഹൈ, അതൊരു റെസിസ്റ്റൻസ് തന്നെയാണ്. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ മുകളിൽ റെസിസ്റ്റൻസ് ഇഷ്ടം പോലെ ഉണ്ട്, റെസിസ്റ്റൻസ് ഇഷ്ടം പോലെ കാണുന്നുണ്ട്, ഇല്ല എന്നല്ല. റീസൺ എന്ന് വെച്ചാൽ ഈ ഒരു നമ്മുടെ 1 2 3 4 ഈ ഇവിടുന്ന് 0 to 2 ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ, അതും ഒരു റെസിസ്റ്റൻസ് ആണ്. 0 to 2 ട്രെൻഡ് ലൈൻ നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു റെസിസ്റ്റൻസ് ആണ്. ആൻഡ് മുകളിൽ ട്രയാങ്കിൾ ട്രെൻഡ് ലൈൻ ട്രയാങ്കിൾ വരുന്നുണ്ട്, അതിന്റെ ഒരു റെസിസ്റ്റൻസ് ആണ്. ആൻഡ് ഈ ഒരു 1 hour ചാർട്ട് അതിന്റെ ഒരു റെസിസ്റ്റൻസ് ആണ്. സോ റെസിസ്റ്റൻസ് ഒത്തിരി ഫേസ് ചെയ്യും നാളെ മാർക്കറ്റ്. ഓക്കെ, സോ ഈസി മൂവ് കിട്ടിയ ഇൻ കേസ് എന്തെങ്കിലും ഗുഡ് ന്യൂസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരുടെ SL അടിച്ച് അങ്ങനെ മുകളിൽ ഒറ്റയടിക്ക് കൊണ്ടുപോകും, അങ്ങനെയും ചാൻസസ് ഉണ്ടാവും. ബട്ട് അത് ഗുഡ് ന്യൂസ് വന്നാലേ അങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ. ഓക്കെ, സോ കൂടുതൽ ഇതിനകത്തേക്ക് ഒന്നും പറയാനൊന്നും ഇല്ല, ഇത്രയൊക്കെ എക്സ്പ്ലനേഷൻ ഉള്ളൂ. ബട്ട് എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട, ആൻഡ് ബെൽ ഐക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കണ്ട. മോസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ബെൽ ഐക്കൺ നമ്മൾ ഹിറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും കൂടി ബെൽ ഐക്കൺ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറച്ചുകൂടി നമുക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. പ്രോപ്പർലി ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയ്ക്ക് ഒരു ഗ്യാപ്പ് ഒക്കെ ഉണ്ടാക്കിയത്, എങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാവരും ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, താങ്ക് യു സോ മച്ച്. എത്ര സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി. എൻ്റെ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആയാലും പഴയ സബ്സ്ക്രൈബേഴ്സ് ആയാലും എല്ലാവരും ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ജോയിൻ ചെയ്യുന്ന ഓരോരോ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കൂടി പ്ലീസ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ്സ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ഇല്ലാന്ന് അങ്ങനെയൊക്കെ എന്തെങ്കിലും കമൻറ്റ്സും ചെയ്യുക കേട്ടോ. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർ ഡെയിലി കമൻറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്താലല്ലേ നമുക്ക് എനിക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, മുമ്പിലോട്ടോ നമുക്കൊരു വീഡിയോ റെഗുലർലി എനിക്കൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചാർട്ടിൽ കിടക്കാം. നെക്സ്റ്റ് ചാർട്ട് നമ്മുടെ ഏതാണ്? ബാങ്ക് നിഫ്റ്റിയുടെ. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ലാസ്റ്റ് വീഡിയോ സ്റ്റിൽ അത് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഷെയർ ചെയ്തതാണ് ഈ ഒരു ചാനൽ തന്നെ, സ്റ്റിൽ ആ ചാനലിൻ്റെ അകത്ത് തന്നെയാണ് സ്മോൾ മൂവ് ഉണ്ടായിട്ടുള്ളൂ. ഞാൻ നാളെയും ഞാൻ നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റിയിലായാലും ഈ ഒരു ചാനൽ തന്നെയാണ് ഞാനിപ്പോൾ കാണുന്നുള്ളൂ. ഇൻ കേസ് എന്തെങ്കിലും ന്യൂസ് വന്നാലേ മാത്രമേ എന്തെങ്കിലും ഒരു മൂവ് കിട്ടത്തുള്ളൂ. വീക്ക്നെസ് ചാനലിന്റെ ബ്രേക്ക് ഡൗൺ ആയാൽ മാത്രമേ വീക്ക്നെസ് തുടങ്ങത്തുള്ളൂ, സ്റ്റാർട്ട് ആവുള്ളൂ. ഓക്കെ, ബാക്കി ലെവൽസ് നമ്മൾ ഇത് തന്നെയാണ്. ബാക്കി ലെവൽസ് ഞാൻ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. ബട്ട് യെസ്, ഇന്നത്തെ ലോ ഇത് മാർക്ക് ചെയ്ത് വെച്ചു, റെഡ് ആക്കി മാർക്ക് ചെയ്ത് വെച്ചു. ബിക്കോസ് ഇത് സപ്പോർട്ടാണ്, റെഡ് അല്ല, ഇത് തന്നെ മാർക്ക് ചെയ്തേക്കണം. ഗ്രീൻ തന്നെയാണ്, റെസിസ്റ്റൻസ് ആണ് റെഡ് ആക്കി മാർക്ക് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് വരുന്നത് ഇതാണ്. ഓക്കെ, റെസിസ്റ്റൻസ് നമ്മൾ റെഡ് ആക്കി മാർക്ക് ചെയ്ത് വെക്കുക. സ്ട്രക്ചറിൽ ഇതിന്റെ പ്രോപ്പർ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. കൗണ്ട് തന്നെയാണ് 1 2 3 4th ഓൺ ഗോയിങ് ആണ് ഇതിന്റെ. ഓക്കെ, സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിൽ നോക്കാനാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്തില്ല, ബട്ട് വേണമെങ്കിൽ ഇവിടെ ടൈം ഫ്രെയിമിന്റെ ഒരു ട്രയാങ്കിൾ വരച്ച് വെച്ചു. ഒരു ട്രയാങ്കിൾ ആയിട്ടില്ല, ബട്ട് യെസ് ഒരു ഫോം ചെയ്യാനുള്ള ചാൻസസ് ആണ്. ബട്ട് നാളെ ഫ്ലാറ്റ് ഓപ്പണിംഗ് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഫ്ലാറ്റ് ടു നെഗറ്റീവ് എന്തെങ്കിലും ആവാം ഓപ്പണിംഗ്. ഫ്ലാറ്റ് ടു നെഗറ്റീവ് ആണ് ഞാൻ കാണുന്നത് ഓപ്പണിംഗ്. സോ ഈ ട്രയാങ്കിൾ ബ്രേക്ക് ഡൗൺ ഐ തിങ്ക് ആയിരിക്കുള്ളൂ. സോ മേ ബി ഓപ്പണിംഗ് ഇവിടെ എവിടെയെങ്കിലും ആവും. ഓക്കെ, ന്യൂസ് ബേസ്ഡ് ആണ്. സോ കൂടുതലും പ്രിഡിക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. പ്രിഡിക്റ്റ് ചെയ്താൽ വെറുതെ നമുക്കൊരു ഗുണം ഉണ്ടാവില്ല. സോ പ്രിഡിക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനത്തെ. എന്ന് വെച്ചാൽ ഒത്തിരി ന്യൂസ്ഡ് മാർക്കറ്റിൽ ഒത്തിരി ന്യൂസാണ് മാർക്കറ്റിൽ കിടക്കുന്നത്. ഓക്കെ,
സോ ഇത്രേ ഉള്ളൂ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ. ഫർദർ ഫോൾ, മേജർ അല്ല, ഒരു എന്തെങ്കിലും നല്ല മൂവ് കിട്ടണമെങ്കിൽ ഇതിന്റെ ബിലോ, ഇന്നത്തെ ലോ, ഓക്കെ, ഓർ ഇന്നത്തെ ഹൈ, അങ്ങനെയാണ് എന്തെങ്കിലും ഒരു മൂവ് കിട്ടത്തുള്ളൂ. ഓക്കെ, കാരണം വെച്ചാൽ ഇത്ര ഇപ്പൊ ഡെയിലി ടൈം ഫ്രെയിമിനോട് നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഇൻസൈഡ് ക്യാൻഡിലാണ് ഇത് കണ്ടോ, ഇൻസൈഡ് ക്യാൻഡിലാണ് ഇന്നത്തെ നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും. റീസൺ എന്താണെന്ന് അറിയാവോ? മാർക്കറ്റ് പോസിറ്റിവിറ്റി കാണിക്കുന്നുണ്ട്, ഇവിടുന്ന് കണ്ടോ നല്ലൊരു ഹ്യൂജ് ബൈങ് വന്നേക്കാണ്. ബട്ട് വാറിന്റെ ന്യൂസ് കൂടി അവിടെ ഉണ്ട് മാർക്കറ്റിൽ. സോ ബയേഴ്സ് ഇൻട്രസ്റ്റഡ് അല്ല, അവരും കൺഫ്യൂസ്ഡ് ആണ്, ബൈ ചെയ്യണോ ഇല്ല. താഴെ പോയാല് സെലേഴ്സ് ഇല്ല മാർക്കറ്റിൽ. സെല്ലർസ് മീൻസ് പുട്ടെടുത്തിരിക്കുന്ന ആളുകളും കൺഫ്യൂസ്ഡ് ആണ്, അവർ കൂടുതൽ എടുക്കുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഇതാണെങ്കിൽ അടിച്ച് പൊട്ടിച്ചിരുന്ന വരും. ബട്ട് താഴെ വരുമ്പോൾ തന്നെ അവർ ബൈ ചെയ്യുന്നുണ്ട് ബയേഴ്സ്. സോ മാർക്കറ്റ് സ്ട്രക്ചർ ബുള്ളിഷ് ആണ്, ബിയറിഷ് അല്ല, ബുള്ളിഷ് ആണ്. ഇൻ കേസ് എന്തെങ്കിലും ഇത് വന്നാൽ, ബാഡ് ന്യൂസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും വാറണ്ടി ന്യൂസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാത്രമേ ഫർദർ ഓർ ഹ്യൂജ് ബിഗ് ഫോൾ സംതിങ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ ഇതിനകത്ത് ഇത്രേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് വേഗം സെൻസെക്സ് അനാലിസിസ് എടുക്കാം. സെൻസെക്സ് നിഫ്റ്റി എല്ലാം ഓൾമോസ്റ്റ് ഒരേ ഒരു സ്ട്രക്ചർ ആണ്. സോ വീഡിയോ ഞാൻ ലോങ് ഉണ്ടാക്കുന്നില്ല ഇന്ന്. ഇതിന്റെ റെസിസ്റ്റൻസ് ഇതാണ്, ഹൈ ഇന്നത്തെ എല്ലാ ഇൻഡെക്സിൽ ഇന്നത്തെ ഹൈ ആൻഡ് ലോ കുറച്ചുകൂടി മേജർ ഒരു ഇതായിട്ട് കിടക്കുന്നതാണ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, മേജർ ഹൈ ആൻഡ് ലോ, ഇത്രയും മെയിൻ ആണ് നാളത്തേക്ക് നമുക്കുള്ളത്. ഇൻ ഷോർട്ട്, നാളെ എനിക്ക് എന്താ തോന്നുന്നുണ്ടല്ലോ, ഫസ്റ്റ് ചിലപ്പോ മേ ബി ഓപ്പണിംഗ് ആണോ എങ്ങനെയാണ് എനിക്ക് പ്രെഡിക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബട്ട് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഇവർ താഴേക്ക് കൊണ്ടുവന്നിട്ടായിരിക്കും ബൈങ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് എനിക്ക് ഒരു ചെറിയൊരു ടൈം ഫ്രെയിമിൽ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. മോസ്റ്റ്ലി ഇൻഡെക്സിൽ എനിക്ക് അങ്ങനെയാണ് കാണുന്നത്. മേ ബി ഇവർ താഴേക്ക് കൊണ്ടുവന്ന് ട്രാപ്പ് ചെയ്ത് പിന്നെ ആയിരിക്കും മുകളിലേക്ക് ബൈ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ബൈ അങ്ങനെയാണ് ചിലപ്പോൾ അവർ ബൈ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് ഒരു ചെറിയൊരു കാൽക്കുലേഷൻ. ബാക്കി മാർക്കറ്റാണ്, എന്ത് വേണമെങ്കിൽ നടക്കും. ഞാനിവിടെ ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ കൊടുക്കാറില്ല, ജസ്റ്റ് ഒരു സജഷൻ എന്ന് പറഞ്ഞതാണ്. ഓക്കെ, നമുക്ക് നിഫ്റ്റി മിഡ് ക്യാപ്സുലേറ്റിൽ പോകാം. നിഫ്റ്റി മിഡ് ക്യാപ്സുലേറ്റ്, യെസ്, ഇതിന്റെ ഈ ഒരു ട്രെൻഡ് ലൈന് ബ്രേക്ക്ഔട്ട് ഞാൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അബവ് പോയാൽ മാത്രമേ നമുക്ക് ബൈ ഉണ്ടാവുള്ളൂ എന്ന് കറക്റ്റ്ലി പ്രോപ്പർലി പ്രൈസ് മുകളിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നിഫ്റ്റി മിഡ് ക്യാപ്സുലേറ്റ്, യെസ്, ബുള്ളിഷ് ആണ്. ഇനി ബുള്ളിഷ് ആണ്. സ്ട്രക്ചർ മുറാഫ് നമ്മുടെ റെഗുലർ വ്യൂവർ ആണ്, മുറാഫാണ് കുറച്ചുകൂടി കൂടുതൽ ഐ തിങ്ക് നിഫ്റ്റി മിഡ് ക്യാപ് നോക്കാറുള്ളൂ. സോ 1, 2, 3, 4 and 5 5 മൂവ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിന്റെ. സോ ചെറിയൊരു ഇനി ഇൻട്രാഡേ ബേസിൽ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. മുറാഫ് ശ്രദ്ധിക്കണം. നമ്മുടെ ട്രെൻഡ്, ബാക്കി വേറെ ആരൊക്കെ ചെയ്യുന്ന എനിക്ക് അറിയില്ല. ബട്ട് യെസ്, റെഗുലർ വ്യൂവർ ആണ് നമ്മുടെ മുറാഫ്. സോ പറയാതിരിക്കാൻ പറ്റില്ല. സോ ശ്രദ്ധിക്കുക, മുറാഫ് ഇവിടെ എന്തായാലും പ്രോഫിറ്റ് ബുക്കിംഗ് കുറച്ചുകൂടി ബുക്കിംഗ് വരും. പിന്നെ ദെൻ വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകുള്ളൂ എന്ന് നമുക്ക് പറയാം. അതിന്റെ SL ഇത് തന്നെ ആയിരിക്കുള്ളൂ, ഇതിന്റെ ബിലോ ഇനി പോകാൻ പാടില്ല. ഓക്കെ, സോ ഇതിന്റെ 1, 2, 3, 4 and 5, യെസ്, ഇതിന്റെ വേണമെങ്കിൽ കോപ്പി എടുത്തിട്ട് ക്ലോം കോപ്പി എടുക്കുക, ഇങ്ങനെ വെച്ചോളൂ. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ഇന്റർണൽ സ്മോൾ ടൈം ഫ്രെയിമിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്. നിയറസ്റ്റ് ഇപ്പോൾ റെസിസ്റ്റൻസ് വരുന്നത് ഇന്നത്തെ ഹൈ തന്നെയാണ്. ടൈപ്പ് ഓഫ് ഡബിൾ ടോപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു 13,080. ഓക്കെ, സോ ഈ ചാനലിന്റെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഫർദർ ഫോൾ നമുക്ക് കിട്ടും ഇവിടെ ഈ ലെവൽ ആൻഡ് ദെൻ ഫർദർ ലെവൽ. അല്ലെങ്കിൽ മുറാഫ് എന്താ ചെയ്യുക, നമ്മുടെ ഇവിടെ നിന്ന് ഫിബൊനാച്ചി എടുക്കുക, ഫിബൊനാച്ചി റിട്രേസ്മെന്റ്. നാളെ ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെ ഫിബൊനാച്ചി യൂസ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇങ്ങനെ നമ്മുടെ ഈ പ്രോപ്പർ ഹൈ ആൻഡ് ലോ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഹൈ ആൻഡ് ലോ നമ്മൾ പ്രോപ്പർ പിടിച്ചു കഴിഞ്ഞാൽ ദാറ്റ് മീൻ ആഫ്റ്റർ 5 മൂവ്സ് ആണ് ഞാൻ പറയുന്നത്. ഇത് കണ്ടോ 1, 2, 3, 4 and 5. ആഫ്റ്റർ 5 മൂവ്സ് കറക്റ്റ് ആയിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പ്രോപ്പർലി നമ്മുടെ ഫിബൊനാച്ചി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഫിബൊനാച്ചിയുടെ ഈ ലെവൽസ് എല്ലാം പിൻ പോയിന്റ് വർക്ക് ചെയ്യും. മോസ്റ്റ്ലി അങ്ങനെ ചാൻസസ് കൂടുതലാണ്. അങ്ങനെയാണ് നമ്മുടെ ലെവൽ പ്രോപ്പർലി വർക്ക് ചെയ്യാറുണ്ട്. ബട്ട് നമ്മുടെ ഹൈ ആൻഡ് ലോ നമ്മൾ പിടിക്കുന്നത്. ഹൈ ആൻഡ് ലോ നമ്മൾ എങ്ങനെ പിടിക്കുക, ഇതിന്റെ കൗണ്ടിങ്, ഈ കൗണ്ടിങ് 1, 2, 3, 4, 5 കൗണ്ടിങ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ പ്രൈസ് സ്ലോലി താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടുന്ന് ബൗൺസ് തരാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇവിടുന്ന് ഒക്കെ പ്രോപ്പർലി ബൗൺസ് തരും, പ്രോപ്പർലി പെർഫെക്റ്റ്ലി വർക്കും ചെയ്യും പിൻ പോയിന്റ്. ഓക്കെ, നമുക്ക് ലൈവ് മാർക്കറ്റിൽ കാണാൻ പറ്റും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജമ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
മനസ്സിലാക്കി കഴിഞ്ഞിട്ടേ നമുക്ക് എന്തെങ്കിലും ഒരു ട്രേഡ് എടുക്കാവുള്ളൂ ഓർ റിസ്ക് എടുക്കാവുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ആദ്യം നമ്മൾ ലെഗ് ഏതാണ്, കറക്റ്റ് ലെഗ് ഉണ്ടോ ഇല്ലാന്ന്. ചില പേര് എന്ത് ചെയ്യും, 1 2 3 4 4 കൗണ്ടിങ് ആയി, 4 അപ്പൊ തന്നെ ഇവിടെ ഫിബ് റിട്രേസ്മെന്റ് ഇതുപോലെ ഇങ്ങനെ വെക്കാൻ തുടങ്ങി. അല്ല അങ്ങനെ ചെയ്യരുത്. 5 മൂവ്സ് ആയി കഴിഞ്ഞിട്ടേ മാത്രമേ വെക്കാവുള്ളൂ ഇമ്പൾസിൽ. ആൻഡ് ABC സ്ട്രക്ചറിൽ വേറെ ടൈപ്പാണ്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്കമിങ് വീഡിയോസിൽ. ലേണിംഗ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലീസ് എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യുക. ലേണിംഗ് വീഡിയോസ് ഞാൻ ഇഷ്ടംപോലെ ലേണിംഗ് വീഡിയോസ് ഇനി വരാൻ പോവുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്താലേ മാത്രമേ എനിക്ക് ആ ഒരു കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ വീഡിയോ ഉണ്ടാക്കാൻ. സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കൂടി പ്ലീസ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. താങ്ക് യു. സീ നെക്സ്റ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.